കുർബാന തർക്കം എന്ന് പറയുന്നത് ഒരു പരിഹാരമില്ലാത്തൊരു വിഷയമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ സാധാരണ വിശ്വാസികൾക്ക് ഒരു ആശങ്കയുണ്ട്, ഇത്രയും ഇടപെടലുകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് ഇത് തീരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തീരാത്തതല്ല, തീർക്കുന്നില്ല. കുർബാനയെ ചൊല്ലിയുള്ള തർക്കമാണോ ഇത്? ഇത് ശരിക്കും ആപേക്ഷികമായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചതാണ്. ഇങ്ങനെ രണ്ട് പക്ഷത്താക്കി ഈ വിശ്വാസികളെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? മെത്രാന്മാർക്ക്. ഇതുവരെ ഞാൻ പുറത്തു പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഞാനിവിടെ പറയുകയാണ്. കാരണം ഇതുവരെ പറയണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയെങ്കിലും അത് സാധാരണ വിശ്വാസികൾ അറിയണം എന്നുകൂടി അത് നിർബന്ധം. ഒരു 10,000 അല്ല, 20,000 കോടിയല്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാത്രം ആസ്തി എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന അഴിമതികൾ, ഇവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ, ഇത് ചെയ്യുന്നത് അൽമായരല്ല. അവർ ക്രിസ്തുവിൻ്റെ പുരോഹിതരാണ്, മെത്രാന്മാരാണെന്ന് അവർക്ക് സ്വയം തോന്നലുണ്ടായാൽ 2026 ഈ സിനഡിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കും. നമസ്കാരം ജോമനേട്ട, കുറെ നാളെ നമ്മൾ കണ്ടിട്ട്. തീർച്ചയായിട്ടും അല്ലേ, എനിക്കൊന്ന് ഒരു 2 വർഷത്തോളം അടുത്തായി എനിക്ക് തോന്നുന്നു. അതെ. കുർബാന തർക്കം അതിന്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്താണ് കണ്ടിരുന്നത്. അതെ, അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ഈ കുർബാന തർക്കം എന്ന് പറയുന്നത് ഒരു പരിഹാരമില്ലാത്തൊരു വിഷയമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. കുർബാന തർക്കം ഇപ്പോൾ സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ സീറോ മലബാർ സഭയിലെ മാത്രം വിശ്വാസികളുടെയോ അല്ലെങ്കിൽ പൊതുവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകളുടെ കാര്യമെടുത്താൽ എല്ലാവർക്കും തോന്നുന്നത് ഇതൊരിക്കലും പരിഹാരമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് തർക്കം നിലനിൽക്കുന്നു? ഒരു തർക്കം അത് പരിഹരിക്കപ്പെടുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അത് തർക്കം പരിഹരിക്കപ്പെടാനാണെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ ഒരു സഭാ സംവിധാനത്തിൽ, അത് സീറോ മലബാർ സഭയുടെ സിനഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി സിനഡിനേക്കാൾ മുകളിൽ അത് കത്തോലിക്ക സഭയിൽ നിന്ന് ഇതെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് പൗരസ്ത്യ തിരുസംഘം, മാർപ്പാപ്പ, ഇത്തരത്തിൽ ചില സംവിധാനങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടായിട്ടുള്ള ചില ഇടപെടലുകളിൽ പോലും ഇത് തീരുമാനമാകാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ സാധാരണ വിശ്വാസികൾക്കൊരു ആശങ്കയുണ്ട്, ഇത്രയും ഇടപെടലുകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് ഇത് തീരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തീരാത്തതല്ല, തീർക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം അതിരൂപതയിലുള്ള ഈ ഒരു കുർബാന തർക്കം എന്ന് പറയുന്നത് കുർബാനയെ ചൊല്ലിയുള്ള തർക്കമാണോ ഇത്? ഇത് ശരിക്കും ആപേക്ഷികമായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചതാണിത്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ സഭയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ സമയപരിമിതിയിൽ നമുക്കത് സാധ്യമല്ല. എങ്കിലും എന്തുകൊണ്ടാണ് എന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതൊരു സാധാരണ ജനത്തിന് അറിയില്ല. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറമേയുള്ള പല വൈദികർക്കും അറിയില്ല. എന്നാൽ മെത്രാന്മാർക്ക് എല്ലാവർക്കും അറിയാം. മെത്രാന്മാർക്ക് അറിയാമെങ്കിലും ഇത് മെത്രാന്മാരാരും വാ തുറന്ന് സംസാരിക്കില്ല. കാരണം അത് മെത്രാന്മാരുടെ പങ്ക് അതിനകത്തുണ്ട്. അവർ കൂടി ഇൻവോൾവ് ആയ, അല്ലെങ്കിൽ അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മെത്രാന്മാരെ എതിർക്കുന്നു എന്ന് പറയുന്ന അൽമായ മുന്നേറ്റം എന്ന് പറയുന്നൊരു, ഇവിടെ ഒരു വിമതപക്ഷം എന്ന് പറയുന്നൊരു വിശ്വാസി ഒരു ഭാഗത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സഭയോടൊപ്പം എന്ന് പറയുന്ന ഒരു കുറച്ച് ആളുകളെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട്, ഈ വിമത പക്ഷമെന്നും അല്ലെങ്കിൽ സഭയെ അനുകൂലിക്കുന്ന പക്ഷമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് പക്ഷത്താക്കി ഈ വിശ്വാസികളെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? മെത്രാന്മാർക്ക്. അതിൽ പ്രധാനപ്പെട്ട മെത്രാൻ ആരാണത്? ഇത് ഈ കുർബാനയുടെ സംഭവം കൊണ്ടുവന്നത് സിനഡാണ്. സിനഡ് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ പ്രത്യേകമായിട്ട് പുതിയൊരു കുർബാനക്രമം ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലിത്. അതിന് ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സീറോ മലബാർ സഭയുടെ കുർബാന എന്ന് പറയുന്നത്, ഇപ്പോൾ കുർബാനയിലെ തക്സ എന്താണോ അതായിരുന്നു സീറോ മലബാർ സഭയുടെ തനത് കുർബാനക്രമം എന്ന് പറയുന്നത്. അതിനെ ഒരു 100 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ കുർബാനയിൽ എന്ന് വെച്ചാൽ വൈദികരുടെ ഒരു തന്നിഷ്ടപ്രകാരമായിട്ടുള്ള ഒരു കുർബാന ചെല്ലിയ രീതി, അതിങ്ങനെ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സഭയിൽ തന്നെ പിന്തുടർന്നു പോന്നു. അതേ രീതി മെത്രാന്മാരും അനുഷ്ഠിച്ചു. എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവനവൻ്റെ സഭയുടെ കുർബാന ഏതാണെന്ന് നമുക്കറിയാലോ. ഒന്ന് പൗരസ്ത്യ സുറിയാനി ക്രമം ആഘോഷിക്കുന്ന ഏറ്റവും കത്തോലിക്ക സഭയിലെ ശക്തമായിട്ടുള്ള ഒരു സഭയാണ് സീറോ മലബാർ സഭ. എന്ന് വെച്ചാൽ കർത്താവ് പരികർമ്മം ചെയ്തിരുന്ന, കർത്താവ് അർപ്പിച്ച കുർബാനയുടെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു കുർബാനാക്രമം കൊണ്ടുവന്നത് തോമാസ് ലീഗായും തോമാസ് ലീഗായുടെ ശിഷ്യന്മാരുമാണ്. അത് അനുഭവിക്കാനും അത് ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് സീറോ മലബാർ സഭ വിശ്വാസികൾ. അത് നമ്മുടെ സഭയിലെ മെത്രാന്മാർക്ക് അതേക്കുറിച്ച് ബോധ്യമില്ലെങ്കിലോ? എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് നിന്ന് ചെല്ലിയിരുന്ന അതേ കുർബാന ഈ കഴിഞ്ഞൊരു 100 വർഷത്തിനിടയിൽ ഇത് മെത്രാന്മാരും അർപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ സാധാരണ ജനത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകത ആർക്കായിരുന്നു?
എന്ന് വെച്ചാൽ അവർ തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ എറണാകുളത്തെ വിമത വൈദികർ പറയുന്നു. ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ എറണാകുളം അതിരൂപതയിൽ മാത്രം ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാവാൻ കാരണം എന്താണ്? അതേക്കുറിച്ച് ആണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എറണാകുളത്തെ തർക്കം നിലനിർത്തുക എന്നുള്ളത് ഒരു താൽക്കാലികമായ ഒരു ആവശ്യമാണ്. അതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ എന്നോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആൾക്കാരും ചോദിച്ചു, ഈ പ്രശ്നം എന്ന് തീരും, എന്നെങ്കിലും തീരുമോ? സഭയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗമുണ്ടെന്ന് പറഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുന്നവരാണത്. പല ആളുകളുണ്ട്, എന്നുവെച്ചാൽ പല സംഘടനകളുണ്ട്. ഇപ്പോൾ MTNS എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ രംഗത്തേക്ക് വന്നത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്. അതുപോലെ CPC എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ വന്നിട്ടുള്ള CNI എന്ന് പറയുന്ന സംഘടനയുണ്ട്. അതുകൂടാതെ രജിസ്റ്റേർഡ് അല്ലാത്ത പല വിശ്വാസി കൂട്ടായ്മകൾ എന്ന് പറയുന്ന പല പല സംഘടനകളുണ്ട്. ഇവരൊക്കെ പല രീതിയിലും ഒരേ ഗ്രൂപ്പുകളായിട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് ഈ സഭയോടൊപ്പം നിൽക്കുന്ന സഭാവിശ്വാസികൾ എന്ന രീതിയിൽ വന്നിട്ടുള്ളവരുണ്ട്. എന്നാൽ മറുവശത്ത് AMT അല്ലെങ്കിൽ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന വിമത വൈദികർ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ, അൽമായ മുന്നേറ്റം. എന്ന് വെച്ചാൽ എറണാകുളത്ത് ഏതാണ്ട് 350-ൽ പരം പള്ളികളിൽ ഒരു 10 പള്ളികൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ പള്ളികളിലും ഉള്ള വൈദികർ ഈ പറയുന്ന പോലെ വിമത പക്ഷത്ത്, എന്ന് വെച്ചാൽ കുർബാന അർപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ സഭയെ എതിർക്കുന്ന വൈദികർ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബിനു ചാക്കോ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംഘടന ഏതാണ്? അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയും എറണാകുളത്തില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ ആലഞ്ചേരി പിതാവിന്റെ അരമനയിലെ സ്ഥിരം സന്ദർശകനായി മാറുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആലഞ്ചേരി പിതാവാണ് കുറച്ചുകൂടി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആലഞ്ചേരി പിതാവിൻ്റെ ഒരു ബേസിക് നേച്ചർ, അദ്ദേഹം ആരെയും സ്വാഗതം ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം. അപ്പോൾ പിതാവിൻ്റെ അടുത്ത് ആർക്കും എന്ത് കാര്യങ്ങൾക്ക് വേണേലും സമീപിക്കാം, ഏത് കാര്യങ്ങൾ വേണേലും ഇത് ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയത് ആലഞ്ചേരി പിതാവുമായിട്ടുള്ള റിലേഷൻസ് മറ്റുള്ള പല ആളുകളും അത് പുറമെ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പിതാവ് അറിയാതെ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അപകടം പിതാവ് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. ആലഞ്ചേരി പിതാവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് തീർക്കാൻ സാധിക്കാത്തൊരു പ്രശ്നം മറ്റു മെത്രാന്മാർ ഇവിടെ വന്നതിന് ശേഷം തീർക്കണ്ട എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടോ? ഇല്ല, ഇത് ആലഞ്ചേരി പിതാവ് ഉള്ള സമയത്താണ് കുർബാന പ്രശ്നം യഥാർത്ഥത്തിൽ തീർന്ന് പോകേണ്ടിയിരുന്നത്. പിതാവിൻ്റെ ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ പിതാവിൻ്റെ ഗുണങ്ങളിൽ പെട്ട ഒരു കാര്യം, പിതാവ് തൻ്റെ കൂടെയുള്ള വൈദികരാരും ശിക്ഷിക്കപ്പെടരുത്. ഇപ്പോൾ പിതാവിനെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും അവരെ തിരിച്ച് ദ്രോഹിക്കേണ്ട, അവരെങ്ങനെയെങ്കിലും നടക്കട്ടെ, അവർ പതിയെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ നല്ല വഴിക്ക് വരും എന്ന രീതിയിൽ ഒരു അമിതമായ വിശ്വാസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെക്കുറിച്ച് ആലഞ്ചേരി പിതാവിനുണ്ടായിരുന്നു. എന്നാൽ എറണാകുളത്തെ വൈദികർ അത് ഒരു ആയുധമാക്കി എടുക്കുകയാണ് ചെയ്തത്. അല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ആലഞ്ചേരി പിതാവിനെയും എറണാകുളത്തെ വൈദികരെയും തമ്മിലടിപ്പിച്ചതിൻ്റെ ഇടയിൽ ആരോ ഉണ്ട്. പിതാവിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും വൈദികരെ സംബന്ധിച്ചിട്ടാണെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുള്ള ആളുകളാണ്. അതെ. കാരണം ഒരിക്കലും ഒരു പിടിവാശിയിൽ നിൽക്കുന്ന ആളുകളല്ല ഈ പിതാവാണെങ്കിലും ഈ പറഞ്ഞ വൈദികരാണെങ്കിലും. അപ്പോൾ ഈ വൈദികർക്കും പിതാവിനും ഇടയിൽ ഒരു ഭയങ്കര ഒരു വൈരാഗ്യം ഉണ്ടാക്കിയെടുത്തവരാണ് ഞാൻ മനസ്സിലാക്കിയതിൽ. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത്, എൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു കാഴ്ചപ്പാടല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിഗമനങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഞാനത് പറയുമ്പോൾ തന്നെ അതിന് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാരണങ്ങൾ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ കാരണങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതെന്ന് പറയാൻ കാരണം. അതിൻ്റെ പിന്നിൽ സീറോ മലബാർ സഭയിലെ സിനഡിലെ പിതാക്കന്മാരുണ്ട്. ഈ എറണാകുളത്തെ അച്ഛന്മാരെയും ആലഞ്ചേരി പിതാവിനെയും തമ്മിൽ അടുപ്പിച്ചത് ഈ എറണാകുളത്തെ ഈ ഷൈജു ആന്റണി, അതുപോലെ റിജു കാഞ്ഞൂക്കാരൻ, അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇവരെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരായതുകൊണ്ട് ഇവർ ഉൾപ്പെടുന്ന സംഘടനയിലെ കുറേ അധികം ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ രംഗത്തിറക്കിയത് ഈ പറയുന്ന സിനഡിലെ പിതാക്കന്മാരാണ് എന്ന് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇതിപ്പോൾ ഷൈജു ആന്റണിയോടോ റിജു കാഞ്ഞൂക്കാരനോടോ നമ്മൾ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവർ നേരെ പറയാൻ പോകുന്നത് വെച്ചാൽ ജോമോൻ ചേട്ടനെയൊക്കെ കൂടെ ഈ രംഗത്തിറക്കിയതിന് പിന്നെ ആണ് ഇതിന്റെ അല്ലാതെ അവർ പറയും. പക്ഷെ അവരോട് ചോദിച്ചാൽ പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ ജോമോൻ ചേട്ടനൊക്കെ സിനഡിന് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഏകദേശം ഒരു 150 പേജുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അത് 2 വശങ്ങളാണ് അതിനകത്തുള്ളത്. നമ്മൾ സിനഡിന് പല റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ സിനഡ് നടക്കുമ്പോഴും ഒന്ന് കുർബാന പ്രശ്നം പരിഹരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് മാർപ്പാപ്പ അല്ലെങ്കിൽ പൗരസ്ത്യ തിരുസംഘം ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടപടികൾ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ സിനഡിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്.
സീറോ മലബാർ സഭയിലെ സിനഡിലെ പിതാക്കന്മാർ ഇവിടെ കുർബാന വിഷയത്തിൽ തന്നെ പല പല കേസുകൾ മുന്നോട്ട് പോയപ്പോൾ പല പള്ളികൾക്കെതിരെയും ഈവൻ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർക്കെതിരെയും MTNS കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ട്രിബ്യൂണലിൽ വരെ നമ്മൾ കൊടുത്തിട്ടുള്ള കേസുകൾ നമ്മൾ സിനഡിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഈ വ്യാജരേഖയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ്, അതിൻ്റെ ഒരു ഫയല് കഴിഞ്ഞ 2025 ജാനുവരി സിനഡ് നടക്കുന്ന സമയത്ത് നമ്മൾ MTNS കൊടുത്തിരുന്നു. അപ്പോൾ കുർബാന തർക്കവുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളൊന്ന്, വ്യാജരേഖയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊന്ന്. എന്തുകൊണ്ട് ഈ കുർബാന വിഷയത്തിൻ്റെ ഒരു തർക്കം വന്നപ്പോൾ എറണാകുളത്തെ വിമത വൈദികരെല്ലാവരും അൾത്താരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവർ പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് അൽമായ മുന്നേറ്റക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴി മെത്രാമാരെ ചീത്ത പറയുകയും ആലഞ്ചേരി പിതാവിനെ താഴെ ഇറക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രമം കണ്ടു. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് കുർബാന വിഷയവുമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ കുർബാന വിഷയത്തിൽ ആ വൈദികരോ അൽമായ മുന്നേറ്റക്കാരോ ബാക്കി ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അതേ കാര്യങ്ങൾ പറയണം. ആ സമയത്ത് എന്തിനാണ് ഈ ഭൂമി വിവാദം അതിനിടയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട ആവശ്യകത എന്താണുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ സീറോ മലബാർ സഭയിലെ സിനഡിലെ പിതാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാൻ കാരണം ഈ കുർബാന വിഷയം ഈ ഒരു പ്രതിസന്ധിയിൽ അതിലിട്ട് കറക്കി ആലഞ്ചേരി പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുക എന്നൊരു അജണ്ട ഇതിൽ വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ ആലഞ്ചേരി പിതാവ് താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ സമയത്ത് ഇവിടെ കുറേ പ്രശ്നങ്ങളിൽ വേറെ വിമത വൈദികർക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു, അൽമായ മുന്നേറ്റക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ആലഞ്ചേരി പിതാവിനെതിരെ ആരോപണം വരാൻ കാരണം എന്താണ്? കുറേ നാളുകളായിട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം അതാണല്ലോ. ഒന്ന്, ആലഞ്ചേരി പിതാവ് എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആണ്. ഇവിടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കുരിയ അല്ലെങ്കിൽ കാക്കനാട് മൗണ്ട് എന്നൊക്കെ ഇരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇവിടെയുള്ള ഒരു മെത്രാപ്പോലീത്ത ഇവരുടെ കൺട്രോൾ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ സംബന്ധിച്ച് അവർക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വസ്തുതയല്ലായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ പറ്റുമായിരുന്നു. ഇതിനെ മറ്റൊരു രീതിയിൽ ഈ വൈദികരെയും ആലഞ്ചേരി പിതാവിനെയും ഒക്കെ ഇങ്ങനെ ആക്കി തീർക്കേണ്ട ഒരു ആവശ്യം സിനഡിലെ മറ്റു മെത്രാന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ കുർബാന വിഷയങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഈ വൈദിക യൂണിയൻ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വൈദികൻ, സെബാസ്റ്റ്യൻ തളിയൻ എന്ന് പറയുന്ന വൈദികൻ, അങ്ങനെ ഇവരുടെ ഒരു നീണ്ട നിരയുണ്ട് വിമത വൈദിക പക്ഷത്ത് നിൽക്കുന്ന കുറേ അധികം ആളുകൾ. ഇവർക്കെതിരെ മാർപ്പാപ്പയുടെ പ്രതിനിധി സിറിൽ ബാസിൽ പിതാവ് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ഒക്കെ അഴിച്ചുവിട്ടത് ഇവരാണ്. ഈ രണ്ട് വൈദികരെ മാർപ്പാപ്പയുടെ ഡെലിഗേറ്റ് പുറത്താക്കി. അവർക്കെതിരെ വത്തിക്കാന് നടപടിയുണ്ട്. അതിൻ്റെ ഞാനീ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി എല്ലാ തരത്തിലുള്ള സോളിഡായിട്ടുള്ള പ്രൂഫുകളുണ്ട്. അല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന സോളിഡ് എവിഡൻസ് ആയിരിക്കണം നിർബന്ധം. അല്ല, അതിൻ്റെ കാരണം പറഞ്ഞത് കുര്യാക്കോസ് മുണ്ടാടൻ തന്നെയാണ്. കാരണം കാക്കനാട് മൗണ്ട് അവിടെ സിനഡ് നടക്കുന്ന സമയത്ത് ഈ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനും അതുപോലെ സെബാസ്റ്റ്യൻ തളിയൻ അച്ഛനും അവിടെ ചെന്നിട്ട് വന്നതും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തോട് പോകുന്നു, ഞങ്ങൾക്കുള്ള എതിരെയുള്ള നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടവിടെ പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ കണക്കാണ്. ഈ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛനെ മെത്രാനാക്കണം എന്നൊരു ഡിമാൻഡ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടോ? ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ സിനഡിന്റെ മുമ്പിൽ ഒരു ഉപാധിയായിട്ടോ അതല്ലെങ്കിൽ MTNSന്റെ ചർച്ചയിലൊക്കെ ജോമോൻ ചേട്ടൻ വളരെ സജീവമായിട്ട് പങ്കെടുത്തതാണല്ലോ. അപ്പൊ ആ ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ മുണ്ടാടൻ അച്ഛനെ മെത്രാനാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇത് മറ്റു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. ഈ ഇടയന്ത്രത്ത് പിതാവിന്റെ റോൾ എന്തായിരുന്നു ഈ ഒരു പ്രശ്നം? ഇടയന്ത്രത്ത് പിതാവിന്റെ റോളിനെ കുറിച്ച് പറയുമ്പോൾ അതേ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കഴിഞ്ഞ സിനഡ് നടക്കുമ്പോൾ നമ്മൾ വ്യാജരേഖയുമായിട്ട് ബന്ധപ്പെട്ട അതിനു വേണ്ടി തന്നെ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിന്റെ ഫ്രണ്ടിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് നമ്മൾ നടത്തിയിരുന്നു. അവിടെ വെച്ച് ഈ സബ്മിറ്റ് ചെയ്യുന്നൊരു ഫയല് ഞാൻ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ട് പബ്ലിക് സ്പേസിൽ ഉയർത്തി കാണിക്കുകയും അതേ സാധനം തന്നെ ഞങ്ങൾ 4 പേര് അകത്ത് കൊണ്ടുപോയി ഇത് അവിടെ സിനഡിൽ കൊടുക്കുകയും ചെയ്തു. അവിടെ 2025 ജാനുവരി സിനഡിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ദിവസം സിനഡ് ബാക്കി ചർച്ചകൾ നിർത്തിവെച്ച് ഈ ഒരു വിഷയം മാത്രമായിട്ട് അവിടെ സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇതുവരെ ഞാൻ പുറത്തു പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഞാനിവിടെ പറയുകയാണ്. കാരണം ഇതുവരെ പറയണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയെങ്കിലും അത് സാധാരണ വിശ്വാസികൾ അറിയണം എന്നുകൂടി അത് നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. വ്യാജരേഖയുമായ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ്, കാരണം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കുറേ പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആലഞ്ചേരി പിതാവിനെ ഞങ്ങൾ MTNSലുള്ളവർ കുറച്ച് പേർ ഞങ്ങൾ ചെന്ന് കാണുകയും ഈ കേസ് ഇത് മുന്നോട്ട് പോകണം,
ഇത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് കുർബാന വിഷയവും ഇത് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിൽ പിതാവുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പിതാവിന് ഒരുപക്ഷെ ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഇത് സംസാരിച്ചപ്പോൾ തോന്നി ശരിയാണ്, ഇത് മുന്നോട്ട് പോകാം. കാരണം ഇനിയെങ്കിലും ഞാൻ 100% ഇപ്പോഴും പറയുന്നു, ആലഞ്ചേരി പിതാവ് മനസ്സ് തുറന്ന് പിതാവ് വാ തുറന്നാൽ സീറോ മലബാർ സഭയിലെ 99% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, 100% പരിഹരിക്കപ്പെടും. എന്തുകൊണ്ട് പിതാവ് മനസ്സ് തുറക്കുന്നില്ല, അല്ലെങ്കിൽ പിതാവ് വാ തുറന്ന് സത്യങ്ങൾ തുറന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിതാവിൻ്റെ കൂടെയുള്ള പിതാക്കന്മാരോ അല്ലെങ്കിൽ പിതാവിന് വളരെ അടുത്തറിയാവുന്ന വൈദികരോ ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരാണ് എന്ന് പിതാവിൻ്റെ വാ കൊണ്ട് തന്നെ തുറന്ന് പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാനാണ് പിതാവിൻ്റെ മേൽ വരുന്ന ആരോപണങ്ങൾ മുഴുവൻ എല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ, ഞാൻ സഹിച്ചോളാം, എന്നാലും കൂടെയുള്ളവരെ ഇനി ഒറ്റ കൊടുക്കാൻ ഞാനില്ല എന്ന രീതിയിലേക്ക് പിതാവ് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിപ്പെടാനുള്ള കാരണം. അങ്ങനെയുള്ള ഏതെങ്കിലും വൈദികർ ഇപ്പോൾ അരമനയിലുണ്ടോ? അവരൊക്കെ മാറ്റിയതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അരമനയിൽ ഇപ്പോൾ ഉണ്ടാകാം. ഞാനൊരു കാര്യം ഞാൻ പേരെടുത്ത് തന്നെ പറയാം. ഈ ജോഷി പുതുവാച്ചനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു. അപ്പൊ ഇതിലൊക്കെ എന്നുള്ള സത്യം എന്താണ്? ജോഷി പുതുവാച്ചനാണല്ലോ ഈ ഭൂമി വിവാദം നടക്കുന്ന സമയത്ത് ഭൂമി ഇടപാടിൽ ഏറ്റവും അന്നത്തെ പ്രൊക്യൂറേറ്റർ ജോഷി അച്ഛനായിരുന്നു. അന്നത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുകയും പിതാവിനെ കൊണ്ട് ഒപ്പിടിയിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് പുതുവാച്ചനാണ്. ആ ഒരു സമയത്ത് അതായത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പിന്നിലൊരു ഗെയിം ഉണ്ടെന്ന് പറയാൻ കാരണം ഇതിനിടയിലുണ്ടായിരുന്ന അച്ഛന്മാർ ഒരുപക്ഷെ ഇതെല്ലാ കാര്യങ്ങളും ഇതിൻ്റെ മെത്രാന്മാർ പിന്നിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ എറണാകുളത്തെ ചില വൈദികരൊക്കെ കൃത്യമായ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനിടയിൽ പിതാവിന് വേണ്ടി കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. ഈ പല കാര്യങ്ങളും ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എപ്പോഴാണ്? അവരെന്നെ കൊണ്ടൊക്കെ അന്ന് ഇത് ചെയ്യിച്ചത് ഇതൊരു ചതിയായിരുന്നല്ലോ, ഞാനും അതിൽ പെട്ടുപോയല്ലോ എന്ന രീതിയിൽ ഭൂമി വിവാദം നടക്കുന്ന സമയത്ത് ജോഷി പുതുവയോടൊപ്പം തന്നെ സഹായമെത്രാനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇടയന്ത്രത്ത് പിതാവ്. അപ്പൊ ഇടയന്ത്രത്ത് പിതാവിന് ഈ ഇതില് റോളുണ്ട്, തീർച്ചയായിട്ടും റോളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാനുള്ള കാരണമാണ് കഴിഞ്ഞ സിനഡ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ രേഖയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. അപ്പൊ നമ്മൾ സിനഡിനൊരു പ്രപ്പോസൽ, അതായത് ഒരു തീരുമാനം അറിയാൻ വേണ്ടി ഒരു സാധനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും സിനഡ് ആരാണ് അത് കൊടുത്തത് അവർക്കൊരു മറുപടി സിനഡ് തരാൻ ബാധ്യസ്ഥരാ. ഇത്രയും നാളായിട്ട് ഇത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് സിനഡ് ഒരു മറുപടി തന്നിട്ടില്ല. ഈ മറുപടി നമുക്ക് തന്നത് ആരാണ്? ആലഞ്ചേരി പിതാവ് തന്നത്. എന്താ പിതാവ് എന്താ പറഞ്ഞത്? പിതാവ് പറഞ്ഞു ഈ സിനഡ് തീരുന്നതിന് മുമ്പ് പിതാവ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഇത് കൊടുക്കുന്നതിന് മുമ്പ് പിതാവിൻ്റെ അടുത്തു നിന്നൊരു വെർബൽ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിരുന്നു. കാരണം നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ പിതാവ് ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം, പിതാവ് ഈ കേസിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് നമുക്ക് തരണം. ആ ഒരു ഉറപ്പ് വെർബലി വാങ്ങിയതിന് ശേഷമാണ് ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോയതും സിനഡിൽ ഇത് കൊടുത്തതും. സിനഡിൽ ഒരു ദിവസത്തെ ചർച്ച ചെയ്ത് നടന്നു. ഞാൻ മനസ്സിലാക്കിയത് ആ സിനഡിൽ പിതാവ് സിനഡിൽ ഇല്ല, പക്ഷേ പിതാവിനെ ആ സിനഡിൽ വിളിക്കുകയും ഈ മറ്റു പിതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് പിതാവിൽ നിന്ന് ചില കാര്യങ്ങൾ അവരറിയുകയും ഒക്കെ എന്തൊക്കെയോ ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ പിതാവിനെ മാറ്റി നിർത്തി ഞാൻ അറിഞ്ഞത് നമ്മൾ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവ് അതുപോലെ ഇടയന്ത്രം പിതാവ് ഇവരുടെയൊക്കെ ഇമെയിലുകൾ പരിശോധിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. കാരണം അതിൻ്റെ ഇമെയിൽസിൻ്റെ കുറേ കോപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ സിനഡ് മൊത്തത്തിൽ കൂടി അവിടെ ഒരുമിച്ച് അവർ ആവശ്യപ്പെട്ടു ഭരണികുളങ്ങര പിതാവിൻ്റെയും ഇടയന്ത്രത്ത് പിതാവിൻ്റെയും ഇമെയിൽസ് റിവീൽ ചെയ്യണം. ഭരണികുളങ്ങര പിതാവ് പറഞ്ഞു എൻ്റെ ഇമെയിൽ ഞാൻ ഇമെയിൽ കോൺവെർസേഷൻസ് ഉണ്ട്, പക്ഷേ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഏത് ഇമെയിൽസ് വേണമെങ്കിലും എനിക്ക് റിവീൽ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ ഭരണകുളങ്ങര പിതാവ് മനസ്സിലാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇടയന്ത്രം പിതാവ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ കാര്യത്തെ ഒപ്പോസ് ചെയ്തു. എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ഇമെയിൽസ് ഒരു കാരണവശാലും ഞാൻ ഓപ്പൺ ആക്കി കാണിക്കില്ല. അപ്പോൾ ഒരു സിനഡിൻ്റെ ഭാഗമായ ഒരു പിതാവ് ആ സിനഡ് തന്നെ പെർമനൻ്റ് സിനഡും ബാക്കിയുള്ള എല്ലാവരും കൂടി ഉൾപ്പെടെ അത് ഓപ്പൺ ആക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും ഞാനത് ഓപ്പൺ ആക്കില്ല എന്ന് പറയുകയും ബാക്കിയുള്ള മെത്രാന്മാർ എല്ലാവരും ആ പിതാവിൻ്റെ ആ തീരുമാനത്തെ അംഗീകരിക്കുകയും ഈ കേസിൻ്റെ പുനരന്വേഷണം ഇനി ആവശ്യമില്ല, നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഒരു സിനഡ് എത്തിപ്പെട്ടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനഡ് ശരിക്കും ഈ ഇവിടുത്തെ പിതാക്കന്മാർ ശരിക്കും ആരുടെ പിണിയാളുകളാണ് എന്ന് ശരിക്കും സിനഡ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമാധാന അന്തരീക്ഷം തകർക്കണ്ട എന്നൊരു ചിന്തയാണെങ്കിലോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ
ഒരു സഭയിലെ തന്നെ ഇത്രയും ഒരു സഭയെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയ ഒരു വിഷയം അതൊരിക്കലും ഇത് തീരുമാനമാകാതെ നിൽക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യപ്പെടുകയും താഴെ ഇറങ്ങി പോവുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആ ഒരു കാര്യമെങ്കിലും സിനഡ് പൊതുവിശ്വാസ സമൂഹം അറിയണമെന്ന് കോടതിയേക്കാൾ കൂടുതൽ ഒരു പടി മുന്നേ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കേണ്ടതാണ് സിനഡ്. ആ തീരുമാനം എടുക്കേണ്ടവർ തന്നെ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് മറ്റാരോഗ്യത്തെ സംരക്ഷിക്കാനാണെന്നുള്ളത് വ്യക്തമാണ്. അതായത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളും ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് ആലഞ്ചേരി പിതാവ് കോടികളുടെ സാമ്പത്തിക നേട്ടം ഈ ഭൂമി ഇടപാടിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് തന്നെയാണ്. അതെ, അതുകൊണ്ടാണല്ലോ ആ ഉണ്ടാക്കി എന്നുള്ളത് ഒരു പൊതുഭാഷ്യമാണ്. പക്ഷേ അതുകൊണ്ടാണല്ലോ ഇത് വ്യാജരേഖയിൽ ഉൾപ്പെടെ 4-5 പേര് ഇപ്പോഴും ജാമ്യത്തിൽ നടക്കുന്നതും അവർക്കെതിരെ കേസുകൾ ഉണ്ടായതും അതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ. ആലഞ്ചേരി പിതാവ് ഇതിനകത്ത് ഒരു പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഉണ്ടാക്കി എന്ന പേരിൽ വ്യാജരേഖ ഉണ്ടാക്കപ്പെട്ടത്. ആലഞ്ചേരി പിതാവിന്റെ മേലേക്ക് പലപ്പോഴും പല ആളുകളും സംശയത്തിന്റെ നിഴൽ വീഴാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനു ചാക്കോയെ പോലുള്ള ആളുകൾ ഈ സെന്റ് തോമസ് മൗണ്ടിൽ വെച്ചിട്ട് തന്നെ ചില ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുകയും അവരെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വലിയ സംഭവങ്ങളുണ്ട്. ഒരു മണലിന്റെ എന്തോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് 2-3 ചെറുപ്പക്കാർ അവരെ മൊത്തത്തിൽ ഈ ബിനു ചാക്കോ പറ്റിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബിനു ചാക്കോ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനു ചാക്കോ ഫേസ്ബുക്കിൽ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എഴുതി നൽകുന്നത് ആലഞ്ചേരി പിതാവാണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. വിത്ത് വാട്സപ്പ് ചാറ്റാണ് കാണിച്ചു കൊടുക്കുന്നത്. കണ്ടോ, എനിക്ക് രാവിലെ പിതാവ് അയച്ചു തന്നാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട്. ഇതൊക്കെ എന്താണ് പിതാവ് മനസ്സിലാക്കാത്തത്? ഇതെന്താണെന്നറിയാവോ? ഇത് പിതാവ് മനസ്സിലാക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ ബന്ധങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മിസ്യൂസ് ചെയ്ത് അതിനെ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഇതൊരു സാമ്പത്തിക വരുമാനത്തിലെ ഒരു സ്രോതസ്സായി കണ്ടാൽ ഈ പറഞ്ഞ ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്താൽ പിതാവുമായിട്ടുള്ള കോൺവെർസേഷൻ സിസ്റ്റം പോലുണ്ട്. എന്നെപ്പോലെ എത്രയോ ആളുകളുടെ പിതാവിനെ കാണാൻ പോകുന്ന ആളുകൾ പിതാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്ത് കളയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ ആ ബന്ധങ്ങളൊക്കെ ഞാൻ വേറെ ആളുടെ മുമ്പിൽ സംസാരിക്കും. ഇതുകൊണ്ടോ പിതാവ് എനിക്ക് അയച്ച മെസ്സേജ് ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചു, കുറേ എൻ്റെ ഇതെടുത്ത 2 വർഷത്തെ ചാറ്റെങ്കിലും ഉണ്ടാവും. ഈ 2 വർഷമായിട്ട് ഒരു മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഒരാളുമായിട്ടുണ്ടായിരുന്നൊരു ബന്ധമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എന്തായാലും ചെറിയ ആളല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ വിശ്വസിക്കാം എന്ന രീതിയിൽ ഞാൻ വേറൊരാളെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രപ്പോസൽ കൊണ്ടുപോകാം, എൻ്റെ കയ്യിൽ പൈസ നിങ്ങൾക്ക് ഏൽപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരാൾ എനിക്ക് പൈസ തരാൻ തയ്യാറായാൽ അത് പിതാവ് അറിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ സംരക്ഷിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഞാൻ റോമൻ കാത്തലിക് സീറോ മലബാർ സഭയിൽപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വൈദികരുമായിട്ട് വളരെ അടുത്ത ഇടപഴകാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആലഞ്ചേരി പിതാവുമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് അറിയുകയും ചെയ്യും അദ്ദേഹത്തെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ സമാധാനത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ഈ രൂപതയിൽ എങ്ങനെയാണ് വിശ്വാസികൾ ഒരു തട്ടിൽ, ബിഷപ്പുമാരൊരു തട്ടിൽ, വൈദികരൊരു തട്ടിൽ എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകാൻ കാരണം എന്താണ്? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികൾക്കൊന്നും ഈ കുർബാന തർക്കമൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് കോടികളുടെ നഷ്ടം രൂപതയ്ക്കുണ്ടായിരിക്കുന്നു. ആ കോടികൾ കൊണ്ടുപോയിരിക്കുന്നത് ആലഞ്ചേരി പിതാവാണ് എന്ന ഒരു വ്യാഖ്യാനം ഇവിടെ ഉണ്ട്. അതിനെ ഗണ്ണിക്കേണ്ട ഉത്തരവാദിത്വം പിതാവിൻ്റെ തന്നെയല്ലേ? പിതാവ് ഗണ്ണിക്കാത്തതിൻ്റെ റീസണാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. കാരണം അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒന്ന് പിതാവ് വാ തുറക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ അന്വേഷണം വേറെ രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇനി സിനഡാണ് സമ്മതിക്കേണ്ടത്. സിനഡ് തീരുമാനിച്ചു ഇനി ഒരു അന്വേഷണം വേണ്ട, ഇനി എന്തെല്ലാം സംഭവിച്ചാലും കാരണം വെച്ചാൽ ഇനി ഇതിൻ്റെ വേറൊരു അന്വേഷണം പോയിട്ട് ഇനി ഇതിനകത്തുള്ള മെത്രാന്മാരും കുടുങ്ങുന്നൊരവസ്ഥയിലേക്ക് വിഷയത്തെ എത്തിക്കണ്ട എന്ന് സിനഡിലെ പിതാക്കന്മാർ തീരുമാനിച്ചെങ്കിൽ ഈ കുർബാന വിഷയം തീർക്കാത്തതും ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പോകുന്നതിനകത്തും ഇവിടുത്തെ പിതാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ കുര്യാക്കോസ് അച്ഛൻ മുതൽ മുണ്ടാടനച്ഛൻ മുതൽ തളിയനച്ഛൻ, അതുപോലെ അൽമായ മുന്നേറ്റം, ഇപ്പോൾ ഷൈജു ആന്റണിയൊക്കെ ഞാൻ പേരെടുത്ത് അദ്ദേഹത്തെ ഒന്നും പറയുന്നതല്ല. പക്ഷേ ഇത്തരത്തിൽ ഉള്ള കുറേ അധികം ആളുകളെ എടുത്താൽ ഇവർക്കൊക്കെ കാനോനിക നടപടി പ്രകാരം കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ, സീറോ മലബാർ സഭയിൽ നിന്ന് തന്നെ
ഇവരെ ശരിക്കും പുറത്താക്കാം. എന്തുകൊണ്ട് ഇത്രയും ഇതായിട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ചെയ്യാൻ എല്ലാ തരത്തിലും അനുവാദം കൊടുത്തവർക്ക് തന്നെ എങ്ങനെ ഇവരെ പുറത്താക്കാൻ പറ്റും? കാരണം കർത്താവ് ഈശോ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ കാനൂനിക നിയമത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. അല്ല, അപ്പൊ അനുസരണം, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അനുസരണം എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കുർബാനയല്ല എന്നുള്ളത് വ്യക്തമാണ്. 100% കുർബാനയല്ലെന്ന് നമ്മൾ ഇഷ്ടം പോലെ. ഇപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്തി എത്രയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റൂ? അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലിസി ആശുപത്രി ഉണ്ട്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുണ്ട്, എത്രയെത്രയോ നൈപുണ്യ കോളേജുകളുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേക്കുള്ളൊരു ആസ്തി ഉണ്ടാവും. ഒരു 10,000 അല്ല, 20,000 കോടിയല്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാത്രം ആസ്തി എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന അഴിമതികൾ, ഇവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ, ഇത് ചെയ്യുന്നത് അൽമായരല്ല. അതായത് നമ്മളുടെ അടുക്കൽ ഏകദേശം ഇത്രയും വലിയൊരു ഫയൽ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 10 കിലോ തൂക്കം വരും. അതായത് നമ്മൾ ഒരു സമയത്ത് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളും ഇടപെട്ട് നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു. പല വൈദികരും ചെയ്തിട്ടുള്ള അഴിമതികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ തന്നെ സ്വയം മടുത്തു പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് സ്വയം മനസ്സ് മടുത്തു പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ. നമ്മളൊക്കെ വിശുദ്ധരായിട്ട് കണ്ടിരുന്ന പല വൈദികരും കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ തന്നെ അത് അവസാനിപ്പിച്ച് കളഞ്ഞാണ്. കാരണം എന്തിനാണ് എന്ന് വെച്ചിട്ട് അവസാനിപ്പിച്ച് ഇത്രയും വലിയൊരു കെട്ട് അഴിമതി കഥകൾ ഇത് എടുത്തങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള സ്ഫോടനങ്ങൾ ഇവിടെ ഉണ്ടാവും. അതേമാതിരിയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആലഞ്ചേരി പിതാവിനെ കൊണ്ട് വാതുറപ്പിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അദ്ദേഹത്തിന് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നേരിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആലഞ്ചേരി പിതാവ് തുറന്നു പറയണം. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. അത് 100% അറിയാം. പക്ഷേ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് തൻ്റെ തന്നെ കൂടെയുള്ള ചിലപ്പോൾ വൈദികരും തൻ്റെ കൂടെയുള്ള സിനഡിലെ മെത്രാന്മാരും ഒരു പക്ഷേ പ്രതികളായേക്കാം എന്ന ഒറ്റ കാര്യം കൊണ്ടാകാം. ഇനി ഞാനായിട്ട് ഇനി അതിനൊരു വഴി വെച്ച് കൊടുക്കണം. ഏതായാലും ഞാനീ കുറിച്ച് ഈ സഭയെ വഞ്ചിച്ചിട്ടുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്വമാണ് ആലഞ്ചേരി പിതാവിനുള്ളത്? പിതാവിനില്ല. പക്ഷെ പിതാവിൻ്റെ ഒരു മെന്റാലിറ്റി ഞങ്ങൾ തന്നെ പിതാവിനോട് പല സമയത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആളുകളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് അതങ്ങനെയാണ്. ആ ഒരു ആംഗിളാണ് ഇവിടെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത്. സംശയത്തിന്റെ നിഴലിൽ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് പറയാം 2025 വർഷം എന്ന് പറയുന്നത് തീർന്നു. പ്രശ്നങ്ങൾ ഇപ്പോഴും തീരുന്നില്ല. ഈ കഴിഞ്ഞ 2025 ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ അരങ്ങേറിയത്. എറണാകുളത്തെ അരമന ആക്രമിച്ചു, ഇരുമ്പിന്റെ ഗേറ്റ് വരെ ആൾക്കാർ പൊളിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിമതപക്ഷത്തുള്ള ചില ആളുകൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ചില കോണുകളിൽ നിന്ന് വന്നതിന്റെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. 1-2 കോടി രൂപയുടെ ലോൺ വരെ ഒരു പണിയില്ലാത്ത ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല, ഈ സിനഡ് അനുകൂല പക്ഷത്തിന് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ? സിനഡ് അനുകൂല പക്ഷത്തിനുള്ള സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് കുറെ പേര് കടക്കണിയിലായി എന്നല്ലാതെ ഒരു വൈദികരുടെ കയ്യിൽ നിന്നോ ഒരു മെത്രാന്മാരുടെ കയ്യിൽ നിന്നോ ഒരു തരത്തിലും ഒരു പരിപാടികൾക്കും ഒരു പൈസ ഇന്ന് വരെ ഇതിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്, അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ ഇന്ന് വരെ പറഞ്ഞിട്ട് യാതൊരുവിധ സപ്പോർട്ടും സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആഗ്രോ ക്രെഡിറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അതിന്റെ CEO കൂടിയാണ് ശ്രീ ജോസഫ് പി എബ്രഹാം. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാപനത്തിൽ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണത്, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ സിനഡ് അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് വലിയ നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോഴാണ് ഈ വിഷയത്തിൽ ഞാനിപ്പോൾ കേൾക്കുന്നത്. ഈ ജോസഫ് പി എബ്രഹാം ശരിക്കും ആരാണ്? അദ്ദേഹം നമ്മുടെ CPC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്. കുർബാന വിഷയത്തിൽ നേരത്തെ മുതൽ തന്നെ പല പ്രൊട്ടസ്റ്റുകൾക്കും ബാക്കിയുള്ള പല കാര്യങ്ങൾക്ക് സംസാരിക്കാനും റീസെൻ്റ്ലി ഉള്ള പല വിഷയങ്ങൾക്കും ഒക്കെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ജോസഫ് പി എബ്രഹാം. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സംവിധാനത്തിൽ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതേക്കുറിച്ച് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം. ഇതേക്കുറിച്ച് ഞാനിപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇദ്ദേഹം ആരാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. അപ്പോൾ ഒരു ആത്മാനാണ്, ഞാനൊരു ആത്മാനാണ്, ജോമോൻ്റെ ഒരു ആത്മാനാണ്. നമ്മുടെ വിഷമം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിക്കകത്ത് കടന്ന് വിശ്വാസികൾ തമ്മിലടിക്കുന്നത് അത് നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ശാശ്വതമായ പരിഹാരം ഇത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ സമയത്താണ് MTNS കുറച്ച് ഇതിൽ നിന്ന് ബാക്ക് ഔട്ട് ആവാൻ കാരണമുണ്ട്. കുർബാന വിഷയം ഇത് തീർക്കാൻ മെത്രാന്മാർക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഈ പാമ്പളാനി ഇടപെട്ടിട്ടാണ് സമവായം കൊണ്ടുവന്നത്. ഈ സമവായം കൊണ്ടുവന്ന് ഈ ഒരു സഭയുടെ ഒരു കുർബാന ഏതെങ്കിലും ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കുക എന്ന രീതിയിലേക്ക് ഇവരെ കൊണ്ടുവന്നെത്തിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2026 സിനഡിൽ
ഈ ഒരു സമവായ കുർബാന എല്ലാ പള്ളികളിലും ഇത് ആക്കി തീർത്ത് താൽക്കാലികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനാണ് സിനഡിൻ്റെ തീരുമാനം. എനിക്ക് ഉറപ്പില്ല, മേ ബി അതായിരിക്കാം സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ സഭയോടൊപ്പമുള്ള വിശ്വാസികളെ ഒറ്റ കുർബാന കൊടുത്ത് തൃപ്തിപ്പെടുത്തുക, ബാക്കിയുള്ളവരെ ബാക്കിയുള്ള കുർബാനയും കൊടുത്ത് തൃപ്തിപ്പെടുത്തുക, എല്ലാവരുടെയും തൽക്കാലത്തേക്ക് മൂടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ അച്ഛന്മാർ കുറേ കാര്യങ്ങൾ അവർ സാറ്റിസ്ഫൈഡ് ആയി. കാരണം വെച്ചാൽ അവരുടെ സംവിധാനങ്ങൾ, അവരുടെ പള്ളികൾ, ബാക്കിയുള്ള പല പല കാര്യങ്ങളൊക്കെ അവരുടെ കൈപ്പിടിക്കുള്ളിലായി. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, സമവായം എത്ര നാൾ നീണ്ടുപോകുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ സമവായ കുർബാന അല്ലെങ്കിൽ സമവായം എത്ര നാൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുർബാന പ്രശ്നം എത്ര നാൾ വരെ ഇത് മുന്നോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇതിൽ കുറേ അജണ്ടകളും കുറേ ഗെയിംസ് എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. വൈദികരുടെയാണോ പിതാക്കന്മാരുടെയാണോ കുറേ ക്ലിപ്പുകളെങ്കിലും എന്ന് സറണ്ടർ ആകുന്നോ അന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഈ ക്രൈസ്തവ സഭയുടെ സ്വത്തിന്റെ ഒക്കെ വേണ്ടി ഒരു ആധിപത്യം സ്ഥാപിച്ചാൽ ഒന്നാമത്തെ വശമാണ് ഈ ക്ലിപ്പ്. എന്ന് ക്ലിപ്പുകൾ സറണ്ടർ ആകുന്നോ അന്ന് ഈ പ്രശ്നങ്ങൾ ഈ വിമത വൈദികർ അല്ലെങ്കിൽ മെത്രാമാരി പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിക്കും. 2, ഞാൻ ഈ പറഞ്ഞ 10,000 എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂസ്വത്ത്, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് ഒരിക്കലും സിനഡിലെ മെത്രാമാർ ഭരിക്കാത്ത ഒരു സംവിധാനം എന്ന് ഇവർക്കാക്കി കൊടുക്കുന്നോ, അതിൻ്റെ കാര്യത്തിൽ എന്ന് സീറോ മലബാർ സഭ സിനഡ് പിതാക്കന്മാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നോ അന്ന് മാത്രമേ ഈ സമവായം പരിഹരിക്കപ്പെടൂ, ഈ കുർബാന വിഷയവും പരിഹരിക്കപ്പെടൂ. അന്നൊക്കെ ഈ പറയുന്ന എല്ലാ അച്ഛന്മാരും ഞങ്ങൾ 60 വർഷം കണ്ട കുർബാനയെ ഞങ്ങൾ തിരിയില്ല, ചത്താലും തിരിയില്ല എന്ന് പറഞ്ഞവനൊക്കെ എല്ലാവരും തിരിയും. കാരണം അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളും ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കട്ടനോട് ഇവരെന്ത് കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാകും. ഇനി എല്ലാവരും പറയും ക്രൂശിത രൂപം, എല്ലാ പള്ളികളിലും ക്രൂശിത രൂപം, ഞങ്ങളുടെ ക്രൂശിത രൂപം മാറ്റി മാർത്തോമാ കുരിശ് വെച്ചു എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും കൊണ്ടുവിടർ. അവർ പറയും എല്ലാം മാറ്റിക്കോ, ക്രൂശിത രൂപം മാറ്റിക്കോ, ഇനി മാർത്തോമാ സ്ലീവ് വയ്ക്കണോ അത് വെച്ചോ, ഇനി കട്ടനിട്ടോ, ഞങ്ങൾ എങ്ങോട്ട് തിരിയണം, എങ്ങനെ വേണേൽ ഞങ്ങൾ തിരിയാൻ തയ്യാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒരാൾ പോലും അറിയാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ദിവസങ്ങളിൽ ഈ സാധനങ്ങൾ. ഞാൻ കാര്യം ചർച്ച് ആക്ട് വന്നു കഴിഞ്ഞാൽ അതല്ല കുറച്ചുകൂടി നല്ലത്. കാരണം വിശ്വാസികളുടെ കയ്യിലേക്ക് കാര്യങ്ങൾ പോകത്തില്ലേ? ആ ചർച്ച് ആക്ടിന് വേണ്ടി ആര് ഇത് ചെയ്യും? ആര് ഇനിഷ്യേറ്റീവ് എടുക്കും? ഈ MTNS-നും CPC-ക്കും അത് ചെയ്തുകൂടെ? ഞാൻ ഈ വേദിയിൽ അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരവസരത്തിൽ, കാരണം അങ്ങനെയുള്ള കുറച്ച് കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മാസമായിട്ട് നമ്മൾ മറ്റു ചില പദ്ധതികളുടെ പിന്നിലാണ്. കാരണം വെച്ചാൽ ഇന്ന് വരെ സീറോ മലബാർ സഭ ചിന്തിക്കാത്ത ചില വിഷയങ്ങൾ, വിശ്വാസികൾക്ക് വേണ്ടി ഇടപെടാത്ത ചില വിഷയങ്ങളിൽ 6 മാസമായിട്ട് നമ്മളതിൻ്റെ പിന്നിലാണ്. നമ്മളത് പുറത്തു വിട്ടിട്ടില്ല. അത് ഒരു 1-2 മാസത്തിനകത്ത് അത് പബ്ലിക് സ്പേസിൽ പുറത്താകും. എന്താണ് സഭ ചെയ്യേണ്ടത്, എന്താണ് വിശ്വാസികൾ ചെയ്യേണ്ടത്, എന്താണ് ഇന്നലെ വരെ സഭ ചെയ്യാത്തത്, എന്നാൽ വിശ്വാസികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമുക്കറിയാം, നമ്മൾ ഒരു പാഴ്സി സിൻഡ്രം ബാധിച്ചവരെ പോലെ മൈക്രോ മൈനോറിറ്റി അതിൻ്റെയും അപ്പുറത്തേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് വരെ സീറോ മലബാർ സഭ അവരുടെ അതിൻ്റെ ഒരു കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കതില്ല. ഈ കഴിഞ്ഞ മാസമാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ പോയി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിവിടെ പത്രത്തിലൊക്കെ കണ്ടു. അതിനും 1 വർഷം മുമ്പ് ഇവിടെയുള്ള സഭയിലെ അംഗങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ TPR റേറ്റ്, അതിൻ്റെ റേഷ്യോ എത്രയാണ്, ഇവിടെ സംഭവിക്കുന്ന എല്ലാത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമ്മൾ ഇവിടെ സിനഡിന് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റ്, അതെ 2 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് മീറ്റ് ചെയ്തപ്പോൾ MTNS-ന്റെ സെൻട്രൽ കമ്മിറ്റി നേതൃത്വം പോയി കണ്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള രൂപരേഖ ഉണ്ടാക്കി, ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടത് എന്ന രീതിയിൽ അത് സാധ്യമാക്കി തരണമെന്ന രീതിയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പ്രപ്പോസല് സീറോ മലബാർ സഭയുടെ സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും അത് അവരുടെ തലയിൽ വെട്ടം കയറിയത് ഈ കഴിഞ്ഞ മാസമാണ്. നമ്മൾ 2 വർഷം മുമ്പേ അത് ചിന്തിച്ച് നമ്മൾ ഓൾറെഡി പ്രപ്പോസൽ അത് കൊടുത്തു കഴിഞ്ഞു. അന്നത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും നമ്മൾ കൊടുത്ത പ്രപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇന്ന് വരെ അത് പുറത്തു വിട്ടിട്ടില്ല, ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ AKCC എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുണ്ട്. അവരെ ഇതുപോലെ 3 മാസങ്ങൾക്ക് മുമ്പ് ഇത് മൈക്രോ മൈനോറിറ്റിയാണ്, ഞങ്ങളെ അതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ഇത് മൈക്രോ മൈനോറിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞ് 1 വർഷം മുമ്പ് എറണാകുളത്തെ പ്രസ് ക്ലബ്ബിൽ നമ്മൾ പത്രസമ്മേളനം നടത്തി നമ്മളത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം അതിൻ്റെ എല്ലാ ഡേറ്റ സഹിതം നമ്മൾ പുറത്തു പറഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവിടെ സമൂഹത്തിൽ കൊണ്ടുപോകുന്ന ആരാ? മുസ്ലിം സമുദായമാണ്. എന്നാൽ അതിനേക്കാൾ ഇപ്പോൾ താഴെയുള്ള ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്രിസ്തീയ
സമുദായത്തിന് എന്ത് ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്? ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അത് മേടിക്കാനായിട്ട് ഇവിടെ മെത്രാന്മാർ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? ഇന്ന് സീറോ മലബാർ സഭ മൈക്രോ മൈനോറിറ്റി ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ കാറ്റക്കിസം അവർ പഠിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒരു 100 രൂപ അവർക്ക് കൊടുക്കുന്നുണ്ടോ? അവരാരും അത് പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്. എത്രയോ കാലാകാലങ്ങളായിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇനി ക്രൈസ്തവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള മറ്റ് തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, മറ്റുള്ള ആനുകൂല്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ, നമുക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമുക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? അത് ചോദിച്ചു വാങ്ങിക്കാൻ കഴിവില്ലാത്തവരല്ല സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ. ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ പറയുന്നു, ഇപ്പോൾ സീറോ മലബാർ സഭയിൽ 55 ലക്ഷം വിശ്വാസികളുണ്ടെന്നുള്ളത്. ഞാൻ പറയുന്നത് പച്ചക്കള്ളമാണ്. അവരിപ്പോഴും എല്ലായിടത്തും പറയുന്ന 55 ലക്ഷം വിശ്വാസി. ഞാനും ഇവർ പറയുന്നത് കേട്ടിട്ട് ഞാനും ഇതിനു പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സീറോ മലബാർ സഭയിൽ 55 ലക്ഷം വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ 3.5 കോടി ജനങ്ങളല്ലേ കേരളത്തിലുള്ളൂ. പിന്നെ ഡേറ്റകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് സീറോ മലബാർ സഭയിൽ ഏതാണ്ട് 22 ലക്ഷത്തിൽ സഹിതം വിശ്വാസികളെ ഉള്ളൂ. പക്ഷേ സീറോ മലബാർ സഭയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് 36 ലക്ഷം വിശ്വാസികളുണ്ട്. അവിടെയും കൂട്ടി കാണിച്ചിട്ടുണ്ട്. ഇത്രയൊന്നുമില്ല. ഒരു വിശ്വാസികളുടെ പോലും എണ്ണം കൂടാതെ ഇപ്പോഴും രൂപതകളുടെ എണ്ണം എങ്ങനെ കൂട്ടാം, മെത്രാന്മാരുടെ എണ്ണം എങ്ങനെ കൂട്ടാം എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് സീറോ മലബാർ സഭ. ഏതെങ്കിലും വലിയൊരു തിരുത്തൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും. ഇവിടെ മെത്രാന്മാരുടെ എണ്ണം ഞാൻ ചോദിക്കട്ടെ, ഓരോ സിനഡ് കൂടുമ്പോഴും 3-4 മെത്രാന്മാരെ വാഴിക്കുന്നതിന്റെ ആവശ്യം എന്താ സീറോ മലബാർ സഭയ്ക്കുള്ളത്? ആ നേരത്തെ ഒരു വിശ്വാസിയുടെ എണ്ണം ഇവിടെ കൂടുന്നുണ്ടോ? ഒരു മാമോദീസ എക്സ്ട്രാ നിലവിൽ നടക്കുന്ന റേറ്റ് അനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ ഒരു മാമോദീസ സഭയിൽ നടക്കുന്നുണ്ടോ? ഇല്ല. ഒരു മാമോദീസ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തടത്ത് 4 മെത്രാന്മാരെ വാഴിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി സീറോ മലബാർ സഭയുടെ സിനഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ ഭൗതികതയാണ്. ഈ വൈദിക പട്ടം, ഈ മെത്രാൻ പട്ടം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് സുഗമമായി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു ഉപാധി, ജീവനോപാധി മാത്രം, ഒരു ഭൗതിക ഉപാധി മാത്രമാണ് ഈ പറയുന്ന മുഴുവൻ സംവിധാനങ്ങളും. അതല്ലായിരുന്നുവെങ്കിൽ ഒരു കുർബാന, പരിശുദ്ധമായ കുർബാനയുടെ പേരിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ആ സഭയിലെ മെത്രാമാർ 49 മെത്രാമാർ ഒപ്പിട്ട ഒരു സർക്കുലർ ഇവർ പുറത്തിറക്കിയല്ലോ. സഭയുടെ കുർബാനാക്രമം ഇത് മാത്രമാണ്, ഇതല്ലാതെ ഒരു കുർബാനാക്രമം ഇവിടെ പറ്റില്ല എന്ന രീതിയിൽ ഈ മെത്രാന്മാരെല്ലാവരും ഇവിടെ കൂടി ഒപ്പിട്ടിറക്കി. ആ മെത്രാന്മാരൊക്കെ അവിടെ പോയി. അവർക്കാർക്കും ഇപ്പം ഇത് പരിഹരിക്കണ്ടേ? ഇത് മാത്രമാണ് കുർബാനാക്രമം എന്ന് പറഞ്ഞവർ സിനഡിലെ മെത്രാന്മാരോട് ചോദിച്ചാൽ പറയും അത് എറണാകുളത്തെ മാത്രം പ്രശ്നമാണ്, ഞങ്ങളുടെ ഒന്നും രൂപതയെ കുഴപ്പമില്ല. പിന്നെ എന്തിനാ അവർ എല്ലാവരും കൂടി ഒപ്പിട്ടത്? എല്ലാവരും കൂടെ കൂടി എന്തിനൊപ്പിട്ടു? എന്നിട്ട് അവർ പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാത്രം പ്രശ്നമാണ്, അത് അവർ അവിടെ പരിഹരിച്ചു. ഒരിക്കലുമല്ല. ഇതൊക്കെ വിശ്വാസികളെ വെറും മണ്ടന്മാരാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. എന്നുവെച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ ബോധപൂർവം പറയുക. കാരണം ഇതിൻ്റെ പിന്നിലെ കളികളിൽ ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുള്ളലുകാരാണ് കുര്യാക്കോസ് മുണ്ടാറിനച്ഛനും ഈ പറഞ്ഞ ഷൈജു ആനണിയും ഈ അൽമായ മുന്നേറ്റം സംഘടനകളും. ഇവരെയൊക്കെ ഇവരുടെ താളത്തിനൊപ്പം തുള്ളിക്കുകയാണ്. പൊതുഭാഷ്യം എന്താണ്? ഞങ്ങളുടെ ശത്രുക്കളാണ് ഇവർ, ഇവരൊക്കെ ഞങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. അന്തർധാരകളിൽ സജീവമാണ്, ഇവരെല്ലാം സജീവമാണ്. ഓക്കെ, അടുത്ത ക്രിസ്മസിന് മുമ്പായിട്ടെങ്കിലും കുർബാന പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇനി ഒരു വർഷമുണ്ട്, പരിഹരിക്കപ്പെടട്ടെ. 2020 തലമുറയെന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അതിന്റെ ഒരു ക്രിസ്മസ് എന്നാക്കി. അല്ല, ഇതിന്റെ ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, പണ്ടൊക്കെ കത്തോലിക്ക സഭ, മാർപ്പാപ്പ, വൈദികർ, മെത്രാന്മാർ, സിനഡ് മെത്രാന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ വിശ്വാസം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരുന്നു, മറ്റ് മതത്തിലുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. ഈ എറണാകുളത്തെ കുർബാന വിഷയം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമി വിവാദങ്ങൾ കൊണ്ട്, ഇതുകൊണ്ടൊക്കെ ഒന്ന് കത്തോലിക്ക സഭയിലുള്ള മാർപ്പാപ്പയിൽ പോലുമുള്ള വിശ്വാസം പരിപൂർണമായിട്ട് എല്ലാവരിൽ നിന്നും, അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ സിനഡിലെ മെത്രാന്മാർ പരിപൂർണമായിട്ട് തുടച്ചു നീക്കി കഴിഞ്ഞു. ഒരു ചരിത്ര സംഭവമാണ്. ലോകത്തിലെ ഒരു രൂപതയ്ക്ക് വേണ്ടി ഒരു മാർപ്പാപ്പ വീഡിയോയിലൂടെ വന്നിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് മാത്രമായിട്ട് സംസാരിക്കുകയാണ്. വിശ്വാസികളോട് കൂടി ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചത്. എറണാകുളത്തെ സഭയെ എതിർക്കുന്ന, ഈ കുർബാന അർപ്പിക്കാതെ വിമത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വൈദികരെ നിങ്ങൾ പിന്തുടരരുത്. അവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോകാനുള്ളവരാണ്. വിശ്വാസികളെ നിങ്ങൾ അവരെ അനുധാവനം ചെയ്യരുത്. അവരെ നിങ്ങൾ പിന്തുടർന്നാൽ അവരോടൊപ്പം നിങ്ങളും സഭയിൽ നിന്ന് പുറത്താകും. ബസിലിക്കയിൽ 16 കുർബാനയാണ് ഒരു രാത്രിയിൽ ചൊല്ലിയത്. അതിന് ആഭിചാര കുർബാന എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അവരെല്ലാം സഭയ്ക്ക് പുറത്തു പോകേണ്ടവരാണ്.
ഈ പുറത്ത് പോകേണ്ട എല്ലാ ആൾക്കാരെയും എങ്ങനെയാണ് ഇവിടെ സംരക്ഷിക്കുക? ആദ്യം എന്നോട് ചോദിച്ചു, ഇതൊരു കാരുണ്യത്തിൻ്റെ ഭാഗമല്ലേ, അവരും കൂടെ പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അല്ലേ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ കത്തോലിക്കരാണ്, ക്രൈസ്തവരാണ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. ഒറ്റ കാര്യം പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തെ ചതിച്ചു എന്ന് ദൈവം മനസ്സിലാക്കിയ ആദവും ഹവയും, കർത്താവ് ആദ്യമായിട്ട് സൃഷ്ടിച്ചവരെയാണല്ലോ. ആദത്തെ സൃഷ്ടിച്ചു, ഹവയെ സൃഷ്ടിച്ചു. കർത്താവിനെ വഞ്ചിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ പർദീസയിൽ നിന്ന് കർത്താവ് അവരെ പുറത്താക്കി. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവർക്ക് സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്തിട്ട് അതേ ദൈവത്തെ വേറെ പിശാചിൻ്റെ രൂപത്തിൽ വന്ന ഒരു സർപ്പത്തിൻ്റെ വാക്ക് വിശ്വസിച്ചപ്പോൾ തന്നെ കർത്താവ് അവരെ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് കർത്താവ് അവരോട് ക്ഷമിച്ചില്ല? ദൈവത്തിന് അവരോട് ക്ഷമിക്കാമായിരുന്നില്ലേ? പർദീസയിൽ നിർത്താമായിരുന്നില്ല? അത് വലിയൊരു വിഷയമാണ്. അത് നമുക്ക് ഒരു മണിക്കൂർ തന്നെ ചർച്ച ചെയ്ത് അവസാനം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ആദവും ഹവ്വയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം. അല്ല, അത് വേണ്ട. അതുകൊണ്ട് അതിന്റെ തുടർ ഇതിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വന്നാൽ കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അതിൽ 2 പേർ, യൂദാസും പത്രോസും, 2 പേരും കർത്താവിനെ തള്ളി പറഞ്ഞവരാണ്. അതിൽ യൂദാസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അത് യൂദാസിന് മനസ്സിലായി. അപ്പോൾ തന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തിട്ടും ഇവൻ കർത്താവാണ്. ക്രിസ്തു വിചാരിച്ചിരുന്നെങ്കിൽ അവനെയും ഈ 12 പേരുടെ കൂടെ നിർത്താമായിരുന്നു. അവനെ നിർത്തിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്നു. പക്ഷെ അതേ സ്ഥാനത്ത് തെറ്റ് ചെയ്ത ഒരാൾ ഉണ്ട്, കൂടെ ഉണ്ട്, പത്രോസുണ്ട്. എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ കർത്താവ് 2 പേരെ നിർത്തിയത്? യൂദാസിനെ നിർത്തി, പത്രോസിനെ നിർത്തി. 2 പേരും തെറ്റ് ചെയ്തു. അപ്പോൾ പത്രോസ് അവൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കി ക്രിസ്തുവിനോട് ചേരുകയും ക്രിസ്തുവിൻ്റെ അതേ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ വൈദിക പട്ടം സ്വീകരിച്ച്, ദൈവവിളി സ്വീകരിച്ച് വൈദികരും മെത്രാന്മാരുമായവർ എന്തുകൊണ്ടാണ് ഈ പത്രോസിൻ്റെ മനോഭാവം ഒരു അൾത്താരയിലെ ഒരു വിഷയം മാത്രമാക്കുന്ന രീതിയിലേക്ക് അധപ്പതിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഇതുപോലെ സഭയെ, പരിശുദ്ധ കുർബാനയെ വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചവിട്ടിത്തേക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇവരെത്തിപ്പെട്ടെങ്കിൽ ഈ പത്രോസ്, ശിഷ്യന്മാർ, ക്രിസ്തു, കുർബാന എന്നൊക്കെ പറയുന്നത് ഇവർക്ക് ഒരു വിൽപ്പന ചരക്ക് മാത്രമാണ്. അൾത്താരയിലെ വിൽപ്പന പ്രോപ്പർട്ടി മാത്രമാണ്. ഇവരാരും, ഞാൻ പറയുന്നത്, ഇവർക്ക് കുർബാന അറിയില്ല. ഇവർക്ക് കുർബാനയുമായി യാതൊരു ബന്ധവുമില്ല. ഇവർക്ക് ക്രിസ്തുവുമായി വൈദികർക്കോ ഈ മെത്രാന്മാർക്കോ ബന്ധമില്ല. ഇവർ പ്രസംഗിക്കുമ്പോൾ വലിയ വാദോരാ പ്രസംഗിക്കും, വലിയ പാരമ്പര്യവും പരിപാടികളൊക്കെ പറയും. ഒരു കുടുംബത്തിൽ ഒരു നിർണായകമായൊരു പ്രതിസന്ധി വന്നു, ആ കുടുംബം തകരുന്നൊരു പ്രതിസന്ധി വന്നാൽ ആ കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും അവരെല്ലാവരും, നമ്മുടെ കുടുംബം തകരുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ അറ്റ് എനി കോസ്റ്റ് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കുമോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സഭ എന്ന് പറയുന്ന കുടുംബത്തിലെ പ്രശ്നം ഈ ലോകം മുഴുവൻ നാണം കെടുത്തിയിട്ട് ഈ സഭാ കുടുംബത്തിലെ പ്രശ്നം, ഈ സഭയിലെ കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എന്തുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടാതെ ഇത് മുന്നോട്ട് പോകുന്നു? ആ കുടുംബവർക്കൊന്നുമല്ല, ആ കുടുംബം ഇവർ പുറത്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആ പുറത്ത് ഇവർ മാർക്കറ്റ് ചെയ്യുന്ന ഇവരുടെ കീശ ഉറപ്പിക്കുന്നുണ്ട്. പല സ്ഥാപനങ്ങളിലും വലിയ ആളായിട്ടിരുന്ന് അവിടെ അവർ പണം സമ്പാദിക്കുന്നുണ്ട്. ഇവർക്ക് ആ കുടുംബത്തോട് സ്നേഹമില്ല. ഈ കുടുംബം പുറത്ത് നാണം കെട്ടാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അതിനെന്ന് ഇവിടെ പരിഹാരം ഉണ്ടാകുന്നോ, അതിനെന്ന് ഇവിടുത്തെ മെത്രാന്മാർക്കും വൈദികർക്കും മാനസാന്തരം ഉണ്ടാകുന്നോ, എറണാകുളത്തെ വിമത വൈദികർ ഈ പറയുന്ന അൾത്താരയിൽ നിന്ന് ഈ സഭയെയും ക്രിസ്തുവിനെയും ഒക്കെ ഇവരൊക്കെ അൾത്താരയിൽ കയറുമ്പോൾ ഇവരൊക്കെ വലിയ വിശുദ്ധരുണ്ടോ? എന്നാൽ ഇവർ കുർബാനയെ അപമാനിക്കുന്നത് കേട്ടാലോ? വിശ്വാസികളെ പരസ്പരം, ഒരു കുടുംബത്തിലെ തന്നെ ആളുകളെ പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഇതുപോലത്തെ ഒരു വർഗം വേറെയുണ്ടോ? ഈ സഭ തിരിച്ചു വരുമെന്ന് ഒന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ എഴുതി വെച്ച് തരാം. സീറോ മലബാർ സഭ ഇനി ചരിത്രത്തിൽ തിരിച്ച് കയറില്ല. അതിൻ്റെ കാരണമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അതേ പാരമ്പര്യമുള്ള, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ അറിയപ്പെടുന്ന, ശിഷ്യൻ സ്ഥാപിച്ച ഏക സഭയേ ഉള്ളൂ കത്തോലിക്ക സഭയിൽ, സീറോ മലബാർ സഭ. വേറെ ഒരു സഭയില്ല. ആ സഭയെ തകർക്കുക എന്നുള്ളത് പിശാചിൻ്റെ വേറെ ദൗത്യമാണ്. ആ പിശാചിൻ്റെ പണിയെടുക്കുന്ന മുൻപന്തിയിലെ പിണിയാളുകളാണ് സീറോ മലബാർ സഭയിലെ സിനഡിലെ മെത്രാന്മാരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും. കാരണം അത്രയ്ക്ക് മനോഹരമായ സഭയെയാണ് ഇവർ തകർക്കാൻ കൂട്ടുനിന്നത്. ഇത് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഒരു മെത്രാന്മാരും സീറോ മലബാർ സഭയിൽ ഇന്ന് സിനഡിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വരുന്ന സിനഡ് 2025 സിനഡ് വരുന്നുണ്ട്, 2026 ജാനുവരി സിനഡ് വരുന്നുണ്ട്. ഏതെങ്കിലും കർത്താവിനോട് ആത്മാർത്ഥമായ കൂറുള്ള ഏതെങ്കിലും ഒരു മെത്രാൻ, ഇവൻ തട്ടിൽ പിതാവ്, ഈ തട്ടിൽ പിതാവിന്, ഇപ്പോൾ പാമ്പ്ളാനി പിതാവ് രംഗത്ത് വന്നു, ഈ പാമ്പ്ളാനി പിതാവിന്, ഇവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ, കേൾക്കുമില്ല എനിക്കറിയില്ല. ഞാനിപ്പോഴും പറയുന്നു, അവരാരെങ്കിലും അവർക്കൊരു മാനസാന്തരം ഉണ്ടായാൽ
അവർ ക്രിസ്തുവിൻ്റെ പുരോഹിതരാണ്, മെത്രാന്മാരാണെന്ന് അവർക്ക് സ്വയം തോന്നലുണ്ടായാൽ 2026 ഈ സിനഡിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കും. ഒരു വൈദികരുടെയും അൽമായരുടെയും മെത്രാന്മാരുടെയും മുഖംനോട്ടമില്ലാതെ ഈ പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ വരുന്ന സിനഡിൽ ആ പിതാക്കന്മാർക്ക് 100% സാധിക്കും. അവരത് എടുക്കുന്നില്ലെങ്കിൽ സീറോ മലബാർ സഭ എന്ന് പറയുന്ന അവർക്കൊരു ചന്തയാണ്. അവരുടെ പ്രോപ്പർട്ടികൾ വിൽക്കാൻ മാത്രമുള്ള ഒരു ചന്തയായിട്ട് മാത്രം അവർ ഈ സഭയെ കാണുന്നു. ഞാൻ 100% പറയുന്നു, ഈ സഭയെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്നിരിക്കുന്ന ഒരു സിനഡ് പിതാക്കന്മാരും ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ജനുവരിയിൽ നമുക്ക് സിനഡിൽ നമുക്ക് നേരിട്ട് കാണാം.